ഹലോ, വെൽക്കം ടു ആൻ ആസ്പിരൻറ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മലയാളത്തിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി മുതൽ എന്നും കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാകും. ഫസ്റ്റ് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ മലയാളം SCERT പുസ്തകമാണ്. അതിൽ പദപരിചയം ടോപ്പിക്കാണ് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ നോക്കാം. ഒന്നാമത്തെ വാക്ക് നോക്കി, ഈറ. ഈറ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈറ, കോപം. ഈറ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? കോപം. അടുത്തത് കയ്യാക്കം. കയ്യാക്കം അതിൻ്റെ മീനിങ് എന്താണ്? സഹായം. കയ്യാക്കം, സഹായം. അടുത്ത നിർവൃതി. നിർവൃതിയുടെ മീനിങ് എന്താണ്? പൂർണ്ണമായ സംതൃപ്തി അല്ലെങ്കിൽ ആനന്ദം എന്നാണ്. നിർവൃതിയുടെ മീനിങ് എന്താണ്? പൂർണ്ണമായ സംതൃപ്തി അല്ലെങ്കിൽ ആനന്ദം, അതാണ് നിർവൃതിയുടെ മീനിങ്. അടുത്ത വാക്ക് എന്താണ്? പൊരുൾ. പൊരുളിൻ്റെ മീനിങ് ആണ് അർത്ഥം അല്ലെങ്കിൽ സാരം. പൊരുളിൻ്റെ മീനിങ് എന്താണ്? അർത്ഥം അല്ലെങ്കിൽ സാരം. അടുത്ത വാക്ക് മോന്തി. മോന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധ്യ. മോന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധ്യ. അപ്പോൾ ഒരിക്കൽ കൂടെ, ഈറ എന്ന് പറഞ്ഞാൽ കോപം, കയ്യാക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം. നിർവൃതി. നിർവൃതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സംതൃപ്തിയാണ്, ആനന്ദം. ഓക്കെ, പൂർണ്ണമായ സംതൃപ്തി അല്ലെങ്കിൽ ആനന്ദം. പൊരുളിൻ്റെ മീനിങ് എന്താണ്? അർത്ഥം അല്ലെങ്കിൽ സാരം എന്നാണ്. പൊരുളിൻ്റെ മീനിങ് അർത്ഥം അല്ലെങ്കിൽ സാരം എന്നാണ്. മോന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ എന്നാണ്. മോന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധ്യ. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ് നോക്കിയേ. ഹൃത്ത്. ഹൃത്തിൻ്റെ മീനിങ് എന്താണ്? ഹൃത്ത്, ഹൃദയം. ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഹൃദയം. അക്ഷീണ മന്ദസ്മിതം. അക്ഷീണ മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ തളരാത്ത പുഞ്ചിരി എന്നാണ്. അക്ഷീണ മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ എന്താണ്? തളരാത്ത പുഞ്ചിരി. അടുത്ത് ഇള. ഇളയുടെ മീനിങ് എന്താണ്? ഭൂമി. ഇളയുടെ മീനിങ് എന്താണ്? ഭൂമി. ഇള, ഭൂമി. അടുത്ത വാക്ക് നോക്കി, ഉപഹാരം. ഉപഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാനം. ഉപഹാരം, സമ്മാനം. ഉപഹാരം, സമ്മാനം. അടുത്ത് ഉത്സുകം. ഉത്സുകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹത്തോടെ. ഉത്സുകം, ആഗ്രഹത്തോടെ. ഉത്സുകം, ആഗ്രഹത്തോടെ. ഒരിക്കൽ കൂടെ, ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം. അക്ഷീണ മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ എന്താണ്? തളരാത്ത പുഞ്ചിരി. ഇള എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ഉപഹാരം എന്ന് പറഞ്ഞാൽ സമ്മാനം. ഉത്സുകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹത്തോടെ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സ്ലൈഡ്. താതൻ. താതൻ ആരാണ്? അച്ഛനാണ് അല്ലേ? താതൻ, അച്ഛൻ. താതൻ, അച്ഛൻ. അടുത്ത വാക്ക് മർത്യപരിഷ്കൃതി. മർത്യപരിഷ്കൃതി. മർത്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യനാണ് അല്ലേ? മർത്യപരിഷ്കൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പുരോഗതിയാണ് മർത്യപരിഷ്കൃതി എന്ന് പറയുന്നത്. അപ്പം മർത്യപരിഷ്കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ പുരോഗതിയാണ്. മർത്യപരിഷ്കൃതി, മനുഷ്യൻ്റെ പുരോഗതി. അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറയാണ്. അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറയാണ്. അടുത്ത് പുനം. പുനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാടുപിടിച്ച ഭൂമിയാണ്. പുനം, കാടുപിടിച്ച ഭൂമി. പുനം, കാടുപിടിച്ച ഭൂമി. സൗധം. സൗധം എന്ന് പറഞ്ഞാൽ എന്താണ്? മാളിക. സൗധം എന്ന് പറഞ്ഞാൽ എന്താണ്? മാളിക. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. താതൻ. താതൻ ആരാണ്? അച്ഛൻ. മർത്യപരിഷ്കൃതി. മർത്യപരിഷ്കൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പുരോഗതി. മർത്യപരിഷ്കൃതി, മനുഷ്യൻ്റെ പുരോഗതി. അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തറ. അസ്ഥിവാരം, അടിത്തറ. പുനം. പുനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാട് പിടിച്ച ഭൂമി. പുനം എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച ഭൂമി. പുനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാട് പിടിച്ച ഭൂമി. അടുത്ത് സൗധം. സൗധം എന്ന് പറഞ്ഞാൽ എന്താണ്? മാളിക. സൗധം, മാളിക. സൗധം, മാളിക. അപ്പോൾ ഇന്നത്തെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നു. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവിധ PSC എക്സാംസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തേത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് SCERT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പദപരിചയം, അതുപോലെ തന്നെ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, അത് SCERTയിലുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു പോവാം. അപ്പം 2027 LDCയെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റെഗുലറായിട്ട് ഇനി ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പോൾസ് ഇടുന്നതായിരിക്കും.
അപ്പോൾ ജസ്റ്റ് പോൾസ് ചെയ്ത് നോക്കുക, നോട്ട്സ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാ ദിവസങ്ങളിലും തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാവരും ക്ലാസ്സുകൾ കാണാം. താങ്ക് യു.